അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ശബദ ആരാധനയുടെ മധ്യയിലേക്ക് അത്യുന്നതനായ ദൈവം കടന്നു വന്നിരിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പ്രാർത്ഥന കൊണ്ട് നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് 2 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യങ്ങളാണ്. അത് ഇപ്രകാരം പറയുന്നു: തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അത്യുന്നതനായ സ്വർഗീയ കർത്താവേ, അടിയങ്ങളുടെ മധ്യയിലേക്ക് അത്യുന്നതൻ കടന്നു വന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്യുന്നതൻ്റെ ദൂതന്മാരും അടികളോട് കൂടെയുള്ള കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തേക്ക് ആവശ്യമുള്ള ദൂത് സ്വർഗം ഏറ്റെടുക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവടിങ്ങൾക്കായി സംസാരിക്കണമേ. ഇതടിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഉന്നതിക്ക് അനുഗ്രഹമാകുവാനിടയാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ വായിച്ച ആധാരവാക്യം നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടുവെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്രകാരം പറയുന്നു: 2 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലെ ദൈവം നിത്യജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ തൻ്റെ ദിവ്യശക്തിയാൽ നമ്മൾക്ക് നൽകി നമ്മളെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി തീർത്തിരിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മൾ പാവികളായ മനുഷ്യരാണല്ലോ. നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെന്ന് പറയുമ്പോൾ ദിവ്യ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവമല്ലേ? അത് എങ്ങനെ നമ്മളിൽ നടക്കും? പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, അത് നമ്മളിൽ നടക്കണം. നമ്മൾ ദിവ്യ സ്വഭാവത്തിന് പാവികളായ ഞാനും നിങ്ങളും കൂട്ടാളികളായി തീരണം എങ്കിൽ നമ്മൾക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കണം. എന്താണ് കൂട്ടായ്മ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന തന്നെയാണ്. അത് പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും തമ്മിലുള്ള കൂട്ടായ്മയാണ് നമ്മളുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മുടെ ആത്മാവിൻ്റെ പ്രാണനാണ്, അഥവാ ആത്മാവിൻ്റെ ശക്തിയാണ്. ആ പ്രാണനില്ലാതെ അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുകയില്ലല്ലോ. അതുപോലെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥനയില്ലെങ്കിൽ അവനൊരു ക്രിസ്ത്യാനിയായി തീരുന്നില്ല. അതുകൊണ്ട് പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവുമായുള്ള വിലയേറിയ കൂട്ടായ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഒരിക്കൽ 2 സഹോദരിമാർ തമ്മിൽ കണ്ടുമുട്ടുവാനും അവർ തമ്മിൽ സംസാരിക്കുവാനും തുടങ്ങി. അപ്പോൾ ഒരു സഹോദരി അവൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം മറ്റേ സഹോദരിയോടുമായി പങ്കുവെച്ചപ്പോൾ ആ കേട്ടുകൊണ്ടിരുന്ന സഹോദരി അവളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവൾ പറയുകയാണ്, എന്നാൽ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടാ? പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ആയിരിക്കാമോ നമ്മുടെ പ്രാർത്ഥന? നമുക്ക് പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ മാത്രമാണോ പ്രാർത്ഥന? നമ്മളുടെ ഏതവസ്ഥകളിലും നമ്മൾ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കാൻ സാധ്യമാകുകയുള്ളൂ. നമുക്ക് കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, സന്തോഷമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഏതവസ്ഥകളിലും നമ്മൾ പ്രാർത്ഥനയുള്ള വ്യക്തിയായി തീരണം. മാർട്ടിൻ ലൂതർ പറയുന്നത്, ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ലല്ലോ. അതുപോലെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥനയില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. എലൻ ജി വൈറ്റ് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയല്ല, നമ്മൾ സ്വർഗത്തോളം ഉയരുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല മാതൃക
കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് തൻ്റെ ശിഷ്യന്മാരും തൻ്റെ പിൻഗാമികളും പുരുഷാരവുമൊക്കെ ഒരു വളരെയധികം സമയം അദ്ദേഹം ചിലവാക്കിയിരുന്നു. എത്ര സമയം ചിലവാക്കിയാലും സന്ധ്യാസമയമാകുമ്പോൾ വിജനമായ ഒരു ദേശം നോക്കി അദ്ദേഹം മാറിപ്പോകുന്നു പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്. തൻ്റെ പിതാവുമായിട്ടുള്ള സമയം കൂട്ടായ്മ ഉണ്ടായിരിക്കാൻ വേണ്ടി അദ്ദേഹം ആ സമയം തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു നിർജ്ജന പ്രദേശങ്ങളെ നോക്കി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോകുന്നു. ചില ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, എന്തിനാണ് ലോകരക്ഷകനായ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഇത്രത്തോളം പ്രാർത്ഥിച്ചത്? അദ്ദേഹം വലിയൊരു ദൗത്യവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ പാപയാഗമാക്കി ആയിക്കൊള്ളാം, ഞാൻ ഇവരെ രക്ഷിച്ചു കൊള്ളാം എന്ന് പിതാവിനോട് പറഞ്ഞതിന് ശേഷം ആ ദൗത്യം നിറവേറ്റാനാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ആ ദൗത്യം നിറവേറ്റാനുള്ള തൻ്റെ ഭാരമാണ് പിതാവുമായിട്ട് എപ്പോഴും സമയം ചിലവഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം പ്രാർത്ഥിക്കണം? നമ്മൾക്കെപ്പോഴും കുടുംബ പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ പ്രാണവായുവാണ്. നമുക്ക് സഭകളിൽ പ്രാർത്ഥനയുണ്ട്. നമ്മൾ പൊതു സ്ഥലങ്ങളിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യന്ത അപേക്ഷിതമായ ഘടകം നമ്മുടെ ദൈവവുമായിട്ടുള്ള രഹസ്യ പ്രാർത്ഥനയാണ്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, നമ്മൾ കതകുകളെ അടച്ച് അറയിൽ കടന്ന് പ്രാർത്ഥിക്കണമെന്ന്. രഹസ്യ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഈ കൂട്ടായ്മയിലാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം നമ്മൾക്ക് പകരാൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് നമ്മളുടെ രഹസ്യ പ്രാർത്ഥനകൾ. അതിനെ ഒട്ടും നമ്മൾ നിസ്സാരമായി കരുതരുത്. അത് നമ്മുടെ ജീവനാണ്, അത് നമ്മുടെ പ്രാണവായുവാണ്. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, നമ്മൾക്ക് ജീവിതത്തിൽ അപേക്ഷിതമായി രഹസ്യ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന 4 നന്മകളെപ്പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ നന്മ, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നവർക്കെല്ലാം മാറ്റം സംഭവിച്ചതായി നമുക്ക് കാണാം. അനേക ചരിത്രങ്ങൾ തിരുവചനം നമ്മളോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് പരീശന്മാരും മറ്റുള്ള പുരുഷന്മാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഓടിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, കർത്താവേ, ഇവൾ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ ന്യായപ്രമാണ പുസ്തകം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമല്ലോ. അവർ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. ഇവളെ കൊണ്ടൊന്ന് നടുക്ക് നിർത്തിയിരിക്കുകയാണ്. ചുറ്റും ധാരാളം പുരുഷാരം കൂടിയിരിക്കുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം ഉണ്ടെന്ന് അതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് അവളെ പറ്റി പറയുകയാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഇവൾ യോഗ്യതയുള്ളവളാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. കർത്താവ് അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തരായി മൂത്തവരും ഇളയവരുമായി അവരുടെ കല്ലുകളെ തറയിലിട്ടിട്ട് അവർ ഓരോരുത്തരായി അവിടെ നിന്ന് പോയി കളയുന്നു. അവസാനം ഈ പെൺകുട്ടിയും കർത്താവായ യേശു ക്രിസ്തുവും മാത്രം അവിടെ ശേഷിക്കുന്നു. അപ്പോൾ കർത്താവ് ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, മകളെ, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ഇല്ല കർത്താവേ എന്നവൾ പറയുന്നു. അവൾ വിങ്ങിയ ഹൃദയവുമായാണ് നിൽക്കുന്നത്. കാരണം അവൾ തെറ്റ് വന്നുപോയി. ആ തെറ്റിനെ പറ്റിയുള്ള ഭാരം കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ വന്നപ്പോൾ ഉണ്ടായി. അതാണ് അവൾ ഭാരത്തോടെ നിൽക്കുന്നത്. അയ്യോ, എന്നെ ഇപ്പോൾ ഇവരെല്ലാം കല്ലെറിഞ്ഞ് കൊല്ലുമല്ലോ എന്നുള്ള ഭാരം അവളിലുണ്ട്. പക്ഷേ കർത്താവളോട് പറയുന്നു, മകളെ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യരുതേ മകളെ എന്ന് പറയുന്നു. അപ്പോൾ പ്രിയ മക്കളെ, അവരുടെ ഇടയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പൂർണ്ണമായ മാറ്റം സംഭവിക്കുന്നു. അതുപോലെ കടന്നു വന്ന് അവളെ കല്ലെറിയാൻ വന്ന പുരുഷന്മാരുടെ ഇടയിലും മാറ്റം സംഭവിച്ചു. അവർക്ക് ഓരോരുത്തർക്കും തോന്നുന്നു, അയ്യോ, ഞാൻ പാവിയാണല്ലോ. അവർക്ക് അവരുടെ പാപത്തെ ബോധ്യം. അവരുടെ മുമ്പിലൂടെ അവരുടെ പാവങ്ങളെല്ലാം ഒരു ഇടിമിന്നൽ പോലെ കടന്നുപോയി. അവരുടെ കയ്യിലിരുന്ന കല്ലുകളെല്ലാം തറയിൽ വീണു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ഈ വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് രൂപാന്തരം വരുന്നു. അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വന്ന
പുരുഷന്മാർക്ക് മാറ്റം വരുന്നു. 2 കൊരിന്ത്യരുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ചരിത്രം പറയുകയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നെന്ന്. അത് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാണ്. ശൗലായിരുന്ന അദ്ദേഹത്തെ കർത്താവ് പൗലോസാക്കി മാറ്റിയപ്പോൾ അദ്ദേഹം തൻ്റെ അനുഭവം പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നുവെന്ന്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം, നമ്മൾ ലോകത്തിൻ്റെ ഉപ്പായിരിക്കണമെന്ന്. എന്താണ് ഉപ്പെന്നും വെളിച്ചമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സൽപ്രവൃത്തികളാണ്, കർത്താവിൻ്റെ സൽപ്രവൃത്തികൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ലോകത്തിന് വെളിച്ചമോ അല്ലെങ്കിൽ ഉപ്പോ ആയിത്തീരാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനോ നിങ്ങളോ ഒരു ദുഷ്ടനായ മനുഷ്യനെ കാണുമ്പോൾ, അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ദുഷ്പ്രവർത്തിക്കാരനോ അതിക്രമക്കാരനായ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ കാണുമ്പോൾ നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? നമ്മൾക്ക് ആ മനുഷ്യനെ നോക്കൊന്ന് ചിരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തോട് തങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ കഴിയുമോ? അതോ നമ്മൾ വെറുപ്പോടു കൂടെയാണോ ആ വ്യക്തിയെ നോക്കുന്നത്? അങ്ങനെയാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളും ഒരു ക്രിസ്ത്യാനി അല്ല എന്ന് തന്നെ പറയണം. വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവിന് മുമ്പിൽ വരുമ്പോൾ മാറ്റം സംഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ അതേപോലെയുള്ള വ്യക്തി ജീവിതങ്ങളെ കാണുമ്പോൾ നമ്മളുടെ സ്നേഹമായ നോട്ടമോ ഭാവമോ ചിരിയോ ഇടപെടലോ കാണുമ്പോൾ അവർക്ക് മാറ്റം വരുവാൻ നമ്മുടെ സ്വഭാവം മുഖാന്തരം ഇടയാകണം. അതാണ് നമ്മളെ ലോകത്തിൻ്റെ ഉപ്പ് അല്ലെങ്കിൽ വെളിച്ചമായി തീരണം സ്വർഗ്ഗത്തിൽ ദൈവം പറയുന്നു. വേറൊരു ചരിത്രം പറയുന്നു, ശീമോൻ എന്ന പരീശന്റെ ഭവനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉച്ചഭക്ഷണത്തിനായി ക്ഷണിക്കുന്നു. കർത്താവ് അകത്ത് പോയിരുന്നു. അപ്പോൾ മുതൽ ഒരു സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പാദത്തിൽ നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കുകയാണ്, വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അവളുടെ കണ്ണുനീർ മുഴുവൻ വീണ് കർത്താവിൻ്റെ കാൽ മുഴുവൻ നനഞ്ഞു. ആ കണ്ണുനീർ കൊണ്ട് അവൾ കർത്താവിൻ്റെ പാദം കഴുകി, അവളുടെ മുടി കൊണ്ട് തുടച്ചു. അവൾ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ ചുംബിച്ചു. അവളുടെ അനേക നാളത്തെ സമ്പാദ്യമായ 300-ൽ പരം വെള്ളിക്കാശ് കൊടുത്ത് അവൾ ഒരു ഭരണി സ്വച്ഛ ജഡ മാംസി തൈലവുമായിട്ടാണ് കർത്താവിനെ കാണാൻ വന്നിരിക്കുന്നത്. കർത്താവ് ഉണ്ടെന്നറിഞ്ഞ് അവൾക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ദൈവ കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ മുമ്പിൽ വന്ന് അനുതപിക്കുമ്പോൾ കർത്താവിൻ്റെ പാവങ്ങൾ പൂർണ്ണമായി ക്ഷമിച്ചു തരുമെന്ന് അവൾക്കൊരു പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ സ്വച്ഛജട മാംസി തൈലമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കർത്താവിൻ്റെ പാദത്തിലിരുന്ന് ഈ വലിയ ശുശ്രൂഷ ചെയ്യുന്നത്. അവൾ പൂർണ്ണ വിശ്വാസത്തോടെ വന്നിരിക്കുകയാണ്. അവളുടെ കണ്ണുനീരെല്ലാം അവളിൽ വന്നു പോയ തെറ്റുകളും കുറവുകളും ഒക്കെ ഏറ്റുപറഞ്ഞ് അവളുടെ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദുഃഖിച്ച് കരയുമ്പോൾ പശ്ചാത്തപിക്കുമ്പോഴുള്ള കണ്ണുനീരായിരുന്നു ആ കണ്ണുനീർ. അപ്പോൾ ഇവള് കർത്താവിനെ തൊടുന്നു, പാദങ്ങൾ കഴുകുന്നു, ചുംബിക്കുന്നു, പരിമളതൈലം പൂശുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ശീമോൻ ഒരു ഡൗട്ട് ഉള്ളിൽ വന്നു. അദ്ദേഹം ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഇദ്ദേഹം യഥാർത്ഥമായി യേശു ഒരു പ്രവാചകനാണോ? എങ്കിൽ അദ്ദേഹത്തെ തൊടുന്ന ഈ സ്ത്രീ ആരെന്ന് അദ്ദേഹം തിരിച്ചറിയുമായിരുന്നു. ഹൃദയ നിരൂപണങ്ങളെ തിരിച്ചറിയുന്ന കർത്താവായ യേശു ക്രിസ്തു ശീമോന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ചിന്തകളെ മനസ്സിലാക്കിയിട്ട് ഉടനെ വിളിക്കുകയാണ്, ശിമോനെ, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. ഞാൻ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, നീ എന്നെ ചുംബിച്ചില്ല, എന്നെ പരിമള തൈലം പൂശിയതുമില്ല. എങ്കിലും നോക്കൂ, ഈ സ്ത്രീ ഞാൻ വന്നപ്പോൾ മുതൽ എൻ്റെ പാദപീഠത്തിൽ എന്നെ ശുശ്രൂഷിക്കുകയാണ്. അവൾ കണ്ണുനീർ കൊണ്ട് എൻ്റെ പാദം കഴുകുന്നു, അവളുടെ മുടി കൊണ്ട് എൻ്റെ പാദം തുടയ്ക്കുന്നു, അവൾ പരിമള തൈലം പൂശുന്നു, അവൾ എന്നെ ചുംബിക്കുന്നു. അവൾക്ക് അനവധിയായ പാവങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ശീമോനെ, അവൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വന്നു. അവൾ എൻ്റെ അടുക്കൽ വന്ന് പശ്ചാത്തപിക്കുമ്പോൾ അവൾക്കതെല്ലാം അവളുടെ പാവങ്ങളെല്ലാം മോചിച്ചു കിട്ടുമെന്ന്. അതുകൊണ്ട് അവൾ വിശ്വാസത്തോടെ എൻ്റെ അടുക്കൽ വന്ന് പശ്ചാത്തപത്തോടെ വന്ന് ഈ ശുശ്രൂഷ എനിക്ക് ചെയ്തത് എന്തെന്നറിയാമോ? അവളുടെ എന്തെന്നില്ലാത്ത അവളുടെ സന്തോഷമാണ്. എൻ്റെ മുമ്പിൽ വരുമ്പോൾ അവളുടെ പാവങ്ങൾ ക്ഷമിച്ച് കിട്ടുമെന്നുള്ള അവളുടെ വിശ്വാസമാണ് അവളിതെല്ലാം ചെയ്തത്. അവളുടെ പാപത്തെ ഓർത്താണ് അവൾ വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തിരിഞ്ഞ് വീണ്ടും അവളോട് പറയാം, മകളെ, നിന്റെ അനവധിയായ പാവങ്ങളെ ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന്. എന്നാൽ ശിമോനെ, നിനക്കും എന്നോട് സ്നേഹമുണ്ട്.
നിനക്കും അല്പമായ സ്നേഹം എന്നിലുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്നെ ഈ ഉച്ചഭക്ഷണത്തിന് നീ എന്നെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയും ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയായിരിക്കണം. അദ്ദേഹം 51-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. പ്രിയപ്പെട്ട ദൈവം മക്കളെ, നമ്മൾ ക്രിസ്തുവിലായി തീരുമ്പോൾ മാത്രമേ നമ്മൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ജീവിതം പ്രാർത്ഥന മുഖാന്തരം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അങ്ങനെയുള്ള ഒരു പൈതലിൻ്റെ പ്രാർത്ഥനയാണ് മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്നുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, പ്രാർത്ഥനയുടെ രണ്ടാമത്തെ നന്മയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേൽ ജനം യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് വളരെ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സമയം ഈ ജനത്തിന് വേണ്ടി വളരെ ശുശ്രൂഷകൾ ചെയ്ത സമയമാണ് യിരെമ്യാ പ്രവാചകൻ. ഈ സമയത്ത് അവരെ അയൽ രാഷ്ട്രങ്ങൾ കയറി വന്ന് ആക്രമിക്കുന്നു, കീഴടക്കുന്നു. ഒരു പ്രാവശ്യം അവർ ഓടിപ്പോകുന്നു വളരെ ദുഃഖത്തോടെ. അവർക്കുള്ളതെല്ലാം വിട്ടുകളഞ്ഞിട്ട് അവർ ഓടിപ്പോകുന്ന ഒരു സമയമുണ്ടാകുന്നു. അപ്പോൾ അവർ കണ്ണുനീരോടെ പ്രാർത്ഥനയോടുകൂടിയാണ് അവരുടെ ഓട്ടം. ആ സമയത്ത് യിരെമ്യാ പ്രവാചകന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നു. അതാണ് യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യം. അത് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഹൃദയം തകർന്ന് ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകളൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തിന്മയ്ക്കല്ല, നിങ്ങൾക്ക് നന്മയ്ക്കാണ്. നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ നിലവിളി ഞാൻ കേൾക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകന് കൊടുത്ത ജനത്തുമായി ഇത് പങ്കുവെക്കുമ്പോൾ ആ തകർന്ന ഹൃദയമുള്ള ജനത്തിന് എത്ര വലിയ പ്രത്യാശയാണ് ദൈവകുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നത്. ഇന്നും ഇങ്ങനെയുള്ള ഓടിപ്പോക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയില്ലേ? ഉക്രൈൻ യുദ്ധത്തിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉണ്ടാകുന്ന യുദ്ധത്തിൽ അവിടം വരെയും നമ്മൾ പോകുന്നു. നമ്മുടെ ഇന്ത്യയിൽ മണിപ്പൂരിലൊക്കെയും ഈ അവസ്ഥയുണ്ടായപ്പോൾ ജനം തകർന്ന അവസ്ഥയിൽ അവർ പ്രാർത്ഥിക്കുകയല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം അവർക്ക് പ്രത്യാശയെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുപോലെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. കർത്താവിൻ്റെ വചനം നിമിത്തം പത്രോസിനെ കൊന്നുകളവാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ആദ്യം ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദാസനായിരുന്ന ദൈവജനത്തിൻ്റെ ഉന്നത ഒരു ലീഡറായിരുന്ന യാക്കോവിനെ അവർ കൊന്നുകളയുന്നു. ഹേരോദാവിൻ്റെ കൽപ്പന അനുസരിച്ച് വാളിൻ്റെ വായ്ത്തലയിൽ കൊന്നുകളയുന്നു. യഹൂദ ജനത്തിന് ഭയങ്കര സന്തോഷം യഹോവയുടെ ശ്രേഷ്ഠദാസനായ യാക്കോബിനെ കൊന്നപ്പോൾ. അപ്പോൾ ഹേരോദാവ് വിചാരിച്ചു, ഇനി പത്രോസിനെയും കൂടെ കൊന്നുകളഞ്ഞാൽ യഹൂദ ജനത്തെ കുറേ കൂടെ സന്തോഷിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ സമയം ദൈവജനം തകർന്നു പോയി. കർത്താവേ, ഞങ്ങളുടെ ഒരു ലീഡർ മരിച്ചുപോയി യാക്കോബ്, ഇനിയും പത്രോസും കൂടെ പോയാൽ ഞങ്ങൾക്ക് ആരുണ്ട് വചനം പങ്കുവയ്ക്കുവാൻ, ഞങ്ങളെ നിയന്ത്രിക്കുവാൻ, ഞങ്ങളെ നടത്താൻ ആരുണ്ട് എന്ന് പറഞ്ഞ് ദൈവജനം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിൻ്റെ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ വിടുകയാണ് പത്രോസിൻ്റെ അടുക്കലേക്ക്, പത്രോസിനെ വിടുവിക്കാൻ വേണ്ടി. അവിടെ ചെന്നിട്ട് ദൂതൻ പറയുകയാണ്, പത്രോസേ ഇണിക്കെന്ന് പറഞ്ഞ് തട്ടി ഉണർത്തുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ അരമുറുക്കി കെട്ടി നിൻ്റെ പുതപ്പൊക്കെ പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്നു. പത്രോസ് പാവം അറിയുന്നില്ല, അദ്ദേഹം വിചാരിക്കുന്ന ഒരു സ്വപ്നമാണെന്ന്. അങ്ങനെ റോഡ് വരെ കൊണ്ടുവിടുന്നു.
കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് ദൂതൻ എങ്ങോട്ട് പോയെന്ന് പത്രോസ് കണ്ടില്ല. അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, ഇത് ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ അദ്ദേഹം നേരെ മർക്കോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ദൈവകന്യകൾ തകർന്ന ഹൃദയത്തോടെ അർദ്ധരാത്രിയുടെ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എത്ര വലിയേറിയ പ്രത്യാശയാണ് ദൈവം നൽകുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുക്കുന്നു. അതുപോലെ പൗലോസിനെ ശീലാസിനെ കാരാഗൃഹത്തിൽ അടച്ചില്ലേ, ആ സമയത്ത് അവരെയും ദൈവവചനം അടച്ചപ്പോൾ അവർ അർദ്ധരാത്രിയിൽ അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവകുഞ്ഞുങ്ങളെ വിടുവിക്കാൻ ദൈവം വലിയൊരു ഭൂകമ്പം അയക്കുന്നു. ആ ഭൂകമ്പം കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വരെ ഇളക്കിക്കളഞ്ഞു. കാരാഗൃഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. അപ്പോൾ കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. അദ്ദേഹം വിചാരിച്ചു, അയ്യോ, ഈ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരെല്ലാം ഓടിപ്പോയി കാണുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഭയന്ന് നിൽക്കുന്നു. സ്വയം വാളെടുത്ത് കൊല്ലാൻ നോക്കുന്നു, സ്വയമേ ചാകാൻ നോക്കുന്നു. അപ്പോൾ അദ്ദേഹം പൗലോസ് വിളിക്കുന്നു, അരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ ജയിൽ പ്രമാണിയെ ആശ്വസിപ്പിക്കുന്നു. അദ്ദേഹം ഓടി വന്ന് ഇവരുടെ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പാദത്തിൽ വീഴുകയാണ്. യജമാനന്മാരെ, ഞാൻ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, സ്നാനപ്പെടുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കർത്താവ് അവനെ ആശ്വസിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യാശയുടെ വചനമാണല്ലോ യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്. അതിങ്ങനെ പറയുന്നു, ഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ഈ വാക്യം എത്രയോ പ്രാവശ്യം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചിട്ടില്ലേ? പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതായി, പ്രാർത്ഥന മുഖാന്തരം ഉണ്ടാകുന്ന ഒരനുഗ്രഹമാണ്. പ്രാർത്ഥന മുഖാന്തരം നമ്മൾ ഐക്യത്തെ വർദ്ധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ നീണ്ട പ്രാർത്ഥനയാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. അതിൽ 20 മുതൽ 23 വരെയുള്ള ആ വാക്യം വായിക്കുമ്പോൾ വളരെ പ്രാധാന്യമേറിയ ഒരു പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നമ്മൾ രണ്ടും ഒന്നായിരിക്കുന്നത് പോലെ ഈ പ്രിയപ്പെട്ട നമ്മൾ മുഖാന്തരം കടന്നു വന്നിരിക്കുന്ന ഈ ദൈവജനവും ഒന്നായി തീരേണ്ടതിന് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഐക്യം വളരെ ആവശ്യമായിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടല്ലോ, നമ്മുടെ സഭ വളരണം, നമ്മളുടെ ജനം വളരണം, നമ്മുടെ കുടുംബം ശക്തിപ്പെടണം, നമ്മുടെ സ്ഥാപനം ശക്തിപ്പെടണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐക്യതയുള്ളവരായി തീരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവകുഞ്ഞുങ്ങളെ, നമ്മൾ ഐക്യത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം അസാധ്യങ്ങളെയെല്ലാം നമ്മുടെ മുമ്പിൽ സാധ്യമാക്കി തരും. ഒരു സഭയിൽ ഐക്യമുണ്ടെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ കലവറയായിരിക്കും. സ്നേഹത്തിൻ്റെ കലവറയായിരിക്കുന്നിടത്ത് മാത്രമേ ഐക്യത ഉണ്ടാകുകയുള്ളൂ. അതുപോലെ മർക്കോസിൻ്റെ സ്റ്റോറി, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവകുഞ്ഞുങ്ങൾ മർക്കോസിൻ്റെ മാളികയിൽ ഒരുമനപ്പെട്ട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം അവരുടെ മേൽ വരുന്നു. പിന്നെ അവരുടെ ദൈവവേലയിൽ ശക്തമായ ഒരു പ്രവർത്തനമല്ലേ ഉണ്ടായത്? അവരുടെ ഒരു പ്രസംഗത്തിൽ തന്നെ 2000-3000 പേരൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നമ്മൾ ശരിയായി ചിന്തിക്കണം. നമ്മളുടെ ഇടയിൽ നിന്ന് ഐക്യം കുറഞ്ഞു പോയിട്ടുണ്ടോ? അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ ഇടയിൽ ഐക്യത്തിൻ്റെ പ്രാർത്ഥന കുറഞ്ഞിരിക്കുന്നു. ഏകാന്തതയിലുള്ള നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കുറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, നമ്മൾ ഐക്യതയുള്ളവരായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥന മുഖാന്തരം നമ്മൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് 4-മത്തേത്. അത് നമുക്ക് ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ജ്വലിപ്പിക്കുന്നു. നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയും മറ്റുള്ള പ്രാർത്ഥനകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മളെപ്പറ്റി കുറ്റാരോപണങ്ങളോ നുണപ്രചരണങ്ങളോ നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ചില ദുഷ്ടരായ മനുഷ്യരുണ്ട്. നമ്മൾക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലേ?
പക്ഷെ കർത്താവ് പറയുന്നു നമ്മൾ ക്ഷമിച്ചേ മതിയാകുമെന്ന്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, അവൻ എത്ര തെറ്റാണ് എൻ്റെ നേരെ ചെയ്തിരിക്കുന്നത്, ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഇവനോട് എങ്ങനെ ക്ഷമിക്കും, ഇനി എന്ത് വന്നാലും ഒരു കുഴപ്പവുമില്ല, ഞാൻ ഇനി ഇവനുമായിട്ട് യാതൊരു കൂട്ടായ്മയ്ക്കും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവ മക്കളെ, നമ്മൾക്ക് അങ്ങനെ ആകാൻ പാടില്ല. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യത്തിൽ പറയുന്നു, നമ്മൾ നമ്മുടെ കടക്കാരോട് ക്ഷമിച്ചില്ല എങ്കിൽ നമ്മുടെ കടങ്ങളും സ്വർഗത്തിലെ ദൈവം ക്ഷമിക്കയില്ല എന്ന്. പിന്നെ നമ്മൾ ഒരു പ്രയോജനമില്ലല്ലോ ദൈവകുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട്. നമ്മൾ നിത്യജീവൻ ലഭിക്കുന്നില്ല, നമ്മളുടെ പാവങ്ങളൊന്നും ക്ഷമിച്ച് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ അത്യന്ത അപേക്ഷിതമായ ഘടകമാണ് നമ്മൾ ക്ഷമിക്കുക. ആ ആൾ വന്ന് നമ്മളോട് ക്ഷമ ചോദിക്കാനൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ഷമിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊള്ളും. നമുക്ക് ക്ഷമയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിനെ പറ്റി പറയുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലായിരുന്നു ജോസഫ്. തൻ്റെ പിതാവ് അവനെ വലിയൊരു ദൗത്യം കൊടുത്ത് വിടുകയാണ്. മോനെ, നീ പോയിട്ട് നിൻ്റെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നോ, അവർ ക്ഷേമത്തോടൊക്കെ ഇരിക്കുകയാണോ, നീ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാ പൈതലേ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അവൻ പോകുമ്പോൾ അവർക്ക് ധാരാളം ഭക്ഷിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്താണ് വിടുന്നത്. ജോസഫിനെ കണ്ടപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിച്ചു. എന്നിട്ട് ആ പാപം 16-17 വയസ്സുള്ള പൈതലിനോട് കാണിച്ച ദ്രോഹം നമ്മൾക്കറിയാമല്ലോ. അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുന്നു. ആ പൈതൽ അവിടെ കിടന്ന് കരയുന്നു. അവിടുന്ന് വലിച്ചു കയറ്റി ഇസ്മായേലിയ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കി കരഞ്ഞുകൊണ്ട് പോകുന്നു. മനസ്സറിവില്ലാത്ത സഹോദരങ്ങൾ. എന്നിട്ടോ അവർ കൊണ്ടുപോയിട്ട് അവനെ മിസ്രൈമിൽ കൊണ്ടുപോയി ഒരു അടിമയായി പോത്തിഫറിൻ്റെ ഭവനത്തിന് വിൽക്കുന്നു. അവിടെ ജോസഫ് എത്രമാത്രം കഷ്ടതകളിലൂടെ കടന്നുപോയെന്നും അവിടെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും സ്വർഗത്തിലെ ദൈവം ജോസഫിനെ ആ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ ഉന്നത പദവിയിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും കനാൻ ദേശത്ത് ഭയങ്കര ക്ഷാമമുണ്ടാകുന്നു. അവർക്ക് ഭക്ഷണമില്ലാതെ മിസ്രൈം ദേശത്ത് ജോസഫിൻ്റെ അടുക്കൽ ഭക്ഷണ സാധനങ്ങൾ അന്വേഷിച്ച് കടന്നു വരുന്നു. അവർക്ക് ജോസഫിനെ മനസ്സിലായപ്പോൾ ജോസഫിനെ അഭിമുഖീകരിക്കാൻ വളരെ പ്രയാസം തോന്നി. എങ്കിലും ജോസഫിൻ്റെ ഒരു സ്വഭാവം, കർത്താവിൻ്റെ ക്ഷമയുള്ള സ്വഭാവം നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും, നിങ്ങൾ എൻ്റെ ജീവൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിൻ്റെ രക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തുവെന്ന്. ജോസഫ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നേരെ എല്ലാം ദോഷം വിചാരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ദോഷകരമായി വിചാരിച്ചതിനെയൊക്കെ ബഹുജനത്തിൻ്റെ രക്ഷയ്ക്കായി അത് നന്മയാക്കി തീർത്തുവെന്ന്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപയാഗമാകാനാണ് ഇറങ്ങി വന്നത്. പക്ഷേ ഈ ലോകം അദ്ദേഹത്തിന് കൊടുത്തതൊക്കെ നമ്മൾക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ കന്നത്തടിക്കുന്നു, മുഖത്ത് തുപ്പുന്നു, മുൾക്കിരീടം വെച്ച് തലയിൽ അടിക്കുന്നു. വളരെ ദോഷകരമായ രീതിയിൽ ചെയ്തതിന് ശേഷം കാൽവറി ക്രൂശിൽ കർത്താവിനെ യാഗമാക്കുന്നു. ആ സമയത്ത് തൻ്റെ പ്രാണൻ പോകുന്നതിന് മുമ്പ് കർത്താവിൻ്റെ അവസാന പ്രാർത്ഥന, കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ, എൻ്റെ ജീവനെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പ്രാണനെ വിടുന്നു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, കർത്താവ് ആരാണ്? കർത്താവ് യേശുക്രിസ്തു രാജാവാണ്, നമ്മളുടെ രക്ഷകനാണ്. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഒന്നിനെ കൊള്ളാത്ത പാവികളും പൊടികളുമായിരിക്കുന്ന നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ? അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 59-60 വാക്യം വായിക്കുമ്പോൾ സ്തേഫാനോസിനെ കാണുന്നു. തിരുവചനം നിമിത്തം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അദ്ദേഹം അപ്പോഴും മുട്ടുമടക്കി അദ്ദേഹവും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളണമേ. ഇവരുടെ കുറവുകൾ കണക്കിടരുതേ, അവരുടെ പാവം കണക്കിടരുതേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കല്ലെറിയുന്നവർക്ക് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നമ്മളോട് ദോഷം ചെയ്യുന്നവരോട് ക്ഷമിക്കേണ്ടയോ? ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാകുന്നുവെങ്കിൽ
ദൈവം പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവ വിശേഷതയാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന്. നമ്മളോട് എന്ത് ദോഷം ചെയ്തു കൊള്ളട്ടെ, അവരോട് നമ്മൾക്ക് ക്ഷമയുണ്ടായിരിക്കണം. അതേ പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മിൽ ക്ഷമ ജ്വലിച്ചു വരുവാൻ ദൈവം സഹായിക്കും. ഒരു അർഹതയുമില്ലാതിരുന്നിട്ടും കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്വീകരിച്ചില്ലേ? നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടാണോ നമ്മളിങ്ങനെ നിൽക്കുന്നത്? നമ്മൾക്ക് യാതൊരു യോഗ്യതയുമില്ല പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ. അയോഗ്യരായ കർത്താവ് നമ്മളോട് എത്രമാത്രം ക്ഷമിച്ചിട്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുവാൻ ഇടയായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ. തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് മഹാശക്തിയുണ്ട്. നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയെ വർദ്ധിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഐക്യത്തെ കൊണ്ടുവരുന്നു. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ക്ഷമയെ ജ്വലിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദിവ്യശക്തിയാൽ ഈ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ ഉടമകളായി തീരുവാൻ അത്യുന്നതനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അത്യുന്നതനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പുനഃപ്രതിഷ്ഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നെ ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ശ്രദ്ധിച്ചവർക്കൊക്കെ നിത്യരക്ഷ പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹം നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമ്മൾക്ക് ഈ വചന ശുശ്രൂഷയുടെ അവസാനമായി പ്രാർത്ഥിക്കാം. അത്യുന്നതനായ സ്വർഗീയ പിതാവേ, അടിങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. അടിങ്ങളുടെ ജീവിതത്തിൽ അടിങ്ങളുടെ രഹസ്യ പ്രാർത്ഥന എത്ര പ്രാധാന്യമായിരിക്കുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവം അടിങ്ങളെ പഠിപ്പിച്ചിരിക്കൊണ്ടും നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവ് അടിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തമ മാതൃകയായിരിക്കൊണ്ടും നന്ദിയോടെ അടിങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിച്ച ഓരോ കുഞ്ഞുങ്ങളെയും എൻ്റെ ദൈവം തൊടുമാറാകണമേ. അവരുടെ ജീവിതത്തിന് പ്രാർത്ഥന മുഖാന്തരം പരിപൂർണമായ മാറ്റം സംഭവിക്കട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തിന് പ്രാർത്ഥന മുഖാന്തരം പ്രത്യാശ വർദ്ധിക്കട്ടെ പിതാവേ. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന മുഖാന്തരം ഐക്യം ബലപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന മുഖാന്തരം ക്ഷമ ജ്വലിച്ചു വരട്ടെ. അടിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ആർക്കും നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുത് കർത്താവ്. ഏതവസ്ഥയിലാകുന്ന ദൈവ കുഞ്ഞുങ്ങളൊക്കെ തിരുസന്നിധിയിൽ ആയിരിക്കുന്നുവെന്ന് എൻ്റെ ദൈവം അറിയുന്നു. ഓരോ മക്കളുടെയും ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവം ഓരോ പ്രിയപ്പെട്ടവരും ഏതവസ്ഥയിലായിരിക്കുന്നു അറിയുന്നു. അവരെ തൊടണം, അനുഗ്രഹിക്കണം. അടിങ്ങളെല്ലാവരും ഒരുമിച്ച് നിത്യയുടെ തുറമുഖത്തുണ്ടായിരിക്കാനും ദൈവം സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരം വല്ലുമാറാകണമേ. ആമീൻ. ആമീൻ.